സാറില്ലേ അയ്യോ താരൊന്നും നോക്കണ്ട താങ്കൾ ഓടുക്ക് അല്ല സാറിന്റെ സാറിന്റെ ഞാൻ എടുത്തില്ല ഇത് പ്രോട്ടോകോളൊന്നും നോക്കണ്ട താൻ എടുക്കുന്നതല്ലേ ഇല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വേണേ ഞാൻ എടുക്കാം നിങ്ങൾ എടുക്കാൻ എന്താ തെറ്റായി ഞാൻ പറഞ്ഞ എപ്പോഴത്തേനും എടുക്കാൻ പറഞ്ഞില്ലേ ഒരു കോളെടുത്തതിന് എന്താ ഒന്നും സംഭവിക്കാൻ പോലുള്ള അല്ല ഇനി വരെയല്ല അന്നേരം എടുക്കാൻ മിണ്ടല്ല സാറേ ഇവനാണ് നമ്മുടെ മാലമോഷണം പറയുന്നത് എന്തായാലും പറഞ്ഞാലോ ഒന്നും പറഞ്ഞില്ല സാറേ ഒന്നും പറയുന്നില്ല അവനത് എടുത്തിട്ടില്ലെന്ന് അവൻ പറയുന്നത് എന്താ സംഭവത്താണ് ഞാൻ എടുത്തില്ല സാർ പിന്നെ എന്തിനാ ഞാൻ സമ്മതിക്കുന്നത് സത്യം പറഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അതങ്ങനെ ഒഴിവാക്കി വിടാം സത്യം പറയാം നിങ്ങളോടായിരുന്നു പറയാം ഞാൻ എടുത്തിട്ടില്ല എടാ എടുത്തൊക്കെ എടുത്തെന്ന് പറയേ സാറേ ഞാൻ എടുത്തില്ല സാറേ എന്റെ കൈ നനക്കിടാക്കല്ലേ പറയുന്നേ കാര്യം പറ ആ പെണ്ണുകാലത്ത് വെറുതെ പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല സാറേ ഞാൻ ആ വഴിക്ക് പോകാൻ പോയിട്ടുണ്ട് വരാൻ പറയാൻ അവിടെ കണ്ടാ പറയും മാലയുടെ കുടുംബത്തിലാണ് നമസ്കാരം സാർ. നമസ്കാരം സാർ ഞാനൊരു പരാതി ബസ്സിനകത്ത് വെച്ചിട്ട് ബസ്സിനകത്ത് വെച്ച് എങ്ങനെയായിരുന്നു ആ സംഭവം ഇരിക്കാമോ അതെ സാറേ ഞാൻ ഈ ബസ്സിനകത്തോട്ട് കയറിയപ്പോ ആ ബസ്സിനകത്ത് കയറിയപ്പോ ഞാൻ വിളിച്ചോളാം വേണ്ട അല്ല സാറേ ബസ്സിനകത്തോട്ട് കയറിയപ്പോഴേ ഞാൻ സാറൊന്ന് പറഞ്ഞു ഇരുന്ന് കാണിക്കും എന്തിനു നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഞാൻ എഴുതി പറഞ്ഞോ അല്ലേ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നു സാറേ ഇരുന്നപ്പോ എന്റെ ബാക്കിൽ ഒരാളിരിപ്പുണ്ടായിരുന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നേ അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ തക്കത്തിന് ഇങ്ങനെ എന്റെ പുറകെ കൂടെ മാല എന്നെ പൊട്ടിച്ചെടുത്ത് എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ സാറിന് തോണ്ടു വന്നു ഞാൻ ഫൈറ്റ് ചെയ്തില്ല അതുകൊണ്ട് അല്ല അങ്ങനല്ല സാറേ എനിക്കത് ഫീൽ ചെയ്തില്ല അപ്പൊ ഇയാളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് വലിച്ചുകൊണ്ട് എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഞാൻ അറിയുന്നത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കളറെടുത്താണ് വിഴുങ്ങി ഞാനൊരു പിന്നാലെ പോലെ കണ്ടത് ഞാൻ എടുത്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആര് വിളിക്കും മാല കരുത്തിടാനുള്ള ഞാൻ എന്തെങ്കിലും വിളിക്കും മീശയില്ലാത്ത തന്നെയാണെങ്കിൽ സൽമാക്കാനായിരുന്നു മുടി പോയി നിങ്ങൾ ഞാനാണ് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഉറച്ചു പറയുന്നത് നിങ്ങളുടെ പുറകെ ഇരുന്ന് ഞാനാണോ അല്ല പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് എനിക്ക് ഞാനിങ്ങനെ ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് ജോലിയൊന്നും എടുത്തു പറയാൻ തക്കവണ്ണമായ വേറൊരു രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല നല്ല രണ്ടിടി കൊടുക്കാൻ സാർ ഇടിക്കാൻ പറഞ്ഞു അതിന് ഗവൺമെന്റ് സമ്മതം കൊടുക്കുന്ന അതിന് വേണ്ടി നിങ്ങളെ കെട്ടിയതിനെ പിടിച്ച് ഉണ്ടോ ആദ്യം പറഞ്ഞ് മാല എടുത്തു ഇപ്പൊ പറഞ്ഞ് എക്സ്റേ എടുത്തു ഇത് എന്നതാ ഞാൻ എടുത്തത് എന്റെ പൊണ്ണു ഞാൻ എടുത്തിട്ടില്ല ഞാനാണ് എക്സ്റേ കഴിക്കാൻ കൊണ്ടുപോയത് അപ്പൊ പിന്നെ എന്റെ കൂടെ ഒപ്പം അതല്ല വൈഫ് എപ്പോഴും പറയും സാറേ എനിക്ക് നട്ടലില്ല അപ്പൊ അവളെ കാണിക്കാൻ നട്ടലൊന്നും കാണിക്കാൻ വേണ്ടി സർക്കാർ ശരി ഇടുവാ ഓ സാധനത്തിന് കൊടുത്തില്ല പ്രശ്നം വിട്ടു 5 പവന്റെ മാലയാണ് 5 കൊല്ലം 2 പവന്റെ മാലയുള്ളത് ഇല്ല അതല്ല സാറേ ഇങ്ങനെയുള്ള സ്ത്രീകൾ സാധാരണ 2 പവന്റെ മാലയിക്കൊണ്ടാണ് നടക്കാറുള്ളത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോ കേസ് കൊടുക്കാൻ നേരെ കോടതി പോകും എന്താ ജോലി എന്താ എനിക്ക് അവിടെ ഒരു ഫിനാൻസ് കമ്പനി ഈ കേസിന് വിളിക്കുന്ന അന്ന് തന്നെ നിങ്ങൾ ജോലിക്ക് പോകണമെന്നോ നിങ്ങൾ ജോലിക്ക് പോവോ കോടതി പോവോ ജോലിക്കേ പോകാവുള്ളൂ കോടതി പോയിട്ട് ജോലി പോകും അങ്ങനെ വീട്ടിൽ പട്ടിണിയാവും ഭർത്താവ് നിന്നാ ജോലി മഹാരാഷ്ട്ര കണ്ടു അത്ര ദൂരെ കിടന്ന് കഷ്ടപ്പെടും ആ വ്യക്തികൾ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും കേസ് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോടതി കയറി നിങ്ങളുടെ ലൈഫ് പോകും അതിന് പേര് ആ മാല പോകും നമ്മൾ ഉപേക്ഷിക്കുക സാറേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ പിന്നെ
ഡ്രസ് വേണം സാറേ. എന്നാ എന്റെ പുറകെ ഓ, പോകുന്ന 2 പവനല്ലേ, അതൊന്ന് പൊയ്ക്കോട്ടെ. ഇപ്പൊ 2 പവനായി. നേരത്തെ ഒരു 5 പവൻ പറഞ്ഞു, ഇപ്പൊ 2 ഇനി ഒന്നുകൂടെ ചോദിക്കുകയാണെങ്കിൽ 1 പവനാവും. ലാസ്റ്റ് മാലയേ ഇല്ല. ഇല്ല, ശരിക്കും 2 പവനുണ്ട് സാർ. 2 കൊല്ലമാണ് നിങ്ങള് ഈ കുടുംബത്തിൽ ഇല്ല, വേണ്ട വേണ്ട. കേസൊന്നും വേണ്ട. ഞങ്ങള് ഒന്നാം ജനിച്ചോ കിട്ടണമെങ്കിൽ വിളിച്ച് തന്നേക്കാം. എന്റെ എന്തെങ്കിലും കിട്ടുകയാണ് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നത്. ഓ ഇല്ല, നല്ല പുലികളുള്ള സ്ത്രീ. സോറി. ഓ എന്റെ ഭാഗത്തും കുഴപ്പമുണ്ട് കേട്ടോ. അതെ മാല വീട്ടിലുണ്ട്. ആ എക്സ്ട്രാ കൊണ്ട് നമുക്ക് ചെയ്യുന്നത് വേറെ സംഭവം പറയും. അറിയില്ല പറയും. വേക്കൻസി വേക്കൻസി പിടിച്ചാലും പറയും. ആ എന്റെ സാറേ പിടിക്കണ്ട. അതല്ല അല്ല അത് വേണ്ട. ഇതൊന്നും മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ചത് ചെയ്യാനാണ് കുഴപ്പമില്ല. വേക്കൻസി പിടിക്കുന്നു കള്ളു ആ പുള്ളിയോട് കള്ളി എന്നുള്ള കാര്യം പറയും. അല്ല അവന്റെ കൂടെ സംഭവിക്കുന്ന സംഭവം സാധനം കിട്ടിക്കഴിഞ്ഞാൽ യുക്തി എടുത്തോളൂ. ചില പെണ്ണുങ്ങളോ കാര്യം പോയി വേറെ ശ്രമമൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ കൊടുത്ത് 2 എണ്ണം കൊടുത്ത് ഞാൻ കുറെ സാധനം എടാ ഓ നമ്മളെ ചെറുതല്ല അതോ ഇല്ല. ഞാൻ സാധാരണ നമ്മുടെ ലോക്കൽ കമ്പനികളൊക്കെ പ്രശ്നമൊന്നുമില്ല. തന്നെയല്ല സാർ, ഞാൻ 6 മണിക്ക് ശേഷമേ എനിക്കുള്ളൂ. 5:55 5 ജോലിയുള്ളൂ. എന്നാലും അത് നിങ്ങളെയൊക്കെ കൂടെ മാറില്ല. നമുക്ക് കഴിക്കാം. ഞാനത് അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നടിച്ചിട്ടില്ല. ഏത് സാഹചര്യം വേറെ ആഴ്ചയിൽ എനിക്ക് ശ്രമിക്കാൻ പറ്റുന്നുണ്ട്. പട്ടിയിലുള്ള സാധനമുണ്ട്. ഗുണമുള്ള ഐറ്റംസ് അല്ലേ? ഞാൻ അങ്ങനെയാ. കുഴപ്പമൊന്നുമില്ല. വെള്ളം എന്താ വെള്ളം അധികം നിൽക്കണ്ട. ടച്ചിയായി കപ്പലിന്റെ ഉണ്ടായി. സാറിന് എത്ര രൂപ ശമ്പളമുണ്ട്? എനിക്കൊരു 10,000-30,000 ശമ്പളമുള്ള ആളാ. 1.5 കപ്പലുണ്ടായി ടച്ചിങ് വാങ്ങിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഡബിൾ വിട്ട് വാങ്ങി. ചിക്കൻ ഫ്രൈ നീ വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈ എന്നെ വാങ്ങിക്കുന്നു. നീ വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈ അല്ല ഞാൻ വാങ്ങുന്നുണ്ട്. ഇയാൾ നീ നീ അത് പറ്റത് നീ പറഞ്ഞേ പോയി ചെയ്യുന്നു. ഞാൻ 2019 ഒരു വീട്ടിൽ അടിക്കാൻ കയറിയപ്പോ അടിക്കാനോ അവിടുത്തെ പ്രമുഖ നാടൻ ചിക്കനുകൾ പിന്നെ പ്രായം പറയോ 4 ദിവസം മിത്താണ് ഞാൻ കൂട്ടുകാർ മുത്തത് ഞാൻ കൂട്ടുകാരുന്ന സാധനം അതിന് നാടൻ മുട്ടയാണെന്ന് പറഞ്ഞു ഗുരുക്കോഴെ എല്ലാവർക്കും സമർപ്പണമാണ്. അതിൻ്റെ അകത്ത് സീനിയോറിറ്റി നാനോട്ടി പിന്നെ ഓർമ്മയായിട്ട് ചെറിയ പാടുണ്ടാവും. നമ്മൾ മറ്റേ നമ്മുടെ മാലയുടെ അത് കഴിക്കാം. മാലയൊക്കെ എടുക്കാറില്ലേ നമ്മള് നമ്മൾ പറയാറുണ്ട് ഞാൻ ആകെ
ഇറങ്ങി വരുന്നതുള്ളൂ. മറ്റേ പാട്ടോ അത് വിളിച്ചിട്ട് പറഞ്ഞു ഈ സന്തോഷത്തിന് നമുക്കൊരു ലൗഷിപ്പ് ചില സാധനം